ഇപ്പോ ഒരു നിമിഷമോ ഒരു ദിവസമോ അല്ല, ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ദിവസങ്ങൾ തന്നെ പിന്നിടുക. എൻ്റെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, അവരെ കണ്ട് കണ്ണടയാനുള്ള എൻ്റെ വലിയൊരു സ്വപ്ന ഇപ്പം നടക്കുന്നത്. ഈ സ്വപ്നത്തിൽ നിന്നും മറ്റൊരിടത്തേക്കൊരു മടക്കയാത്ര ഈ ശേഖരന് വേണ്ട. അപ്പോ സുശീല എന്തൊക്കെ ചെയ്താലും അതൊക്കെ സഹിച്ചുകൊണ്ട് ഇവിടെ തന്നെ തുടരാനാ ശേഖരന്റെ തീരുമാനം. അതെ മാഷെ, സുശീലയ്ക്ക് വേണമെങ്കിൽ എന്നെ തീച്ചുളയിൽ നിർത്തി ശിക്ഷിക്കാമായിരുന്നു. പക്ഷെ ശേഖരന്റെ ശരീരമേ ദഹിക്കൂ. ഈ മനസ്സ് ഇപ്പൊ അനുഭവിക്കുന്ന സന്തോഷവും സംതൃപ്തിയും ഇല്ലാതാക്കാൻ അവൾക്ക് കഴിയില്ല മാഷെ. ശേഖര, നിന്റെ മനസ്സ് കാണാൻ എനിക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഭാവിയിൽ നിന്റെ മക്കളെങ്കിലും ആ രീതിയിൽ നിന്നെ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് അറിയില്ല മാഷെ. അനുമോൾ ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് എന്തിരുന്നെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നൊരു പ്രതീക്ഷയുണ്ട്. ചായ. ഇതെന്താ മോളെ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോ ഒരാൾക്ക് മാത്രം ചായ? അത് മാഷലെ ഗസ്റ്റ്. എന്നാലും അങ്ങനെ അല്ലല്ലോ മോളെ. ഗസ്റ്റിന് കുടിക്കാൻ കൊടുക്കുമ്പോ അതിന്റെ ഒപ്പം ഇരിക്കുന്ന ആൾ കൂടി കൊണ്ടുവരാന്നുള്ളതല്ലേ അതിന്റെ ഒരു രീതി. മോൾക്കത് അറിയാത്തതൊന്നും അല്ലല്ലോ. അറിയൊക്കെ ചെയ്യാം, പക്ഷേ അമ്മയെ പ്രകോപിപ്പിച്ച് ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റില്ല മാഷെ. അതുകൊണ്ട് ശരി. അല്ലാതെ മോൾക്ക് അച്ഛനോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ മോൾ ഈ ചായ അച്ഛന് കൊടുക്ക്. എനിക്കിപ്പോ വേണ്ട. ഇല്ല മാഷെ, എന്നെ വളർത്തിയത് എന്റെ അമ്മയെ. ആ അമ്മയെ ധിക്കരിക്കാൻ എനിക്ക് വയ്യ. വേണ്ടായിരുന്നു മാഷെ. എന്റെ മോളും മാഷിന്റെ വാക്ക് വിലവയ്ക്കാതെ പോയില്ലേ. അവിടെ പോലും മാഷ് ചെറുതായില്ലേ. പണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്തും കുട്ടികളുടെ മുമ്പിൽ തോറ്റുകൊടുക്കുന്നത് എനിക്കിഷ്ടായിരുന്നു ശേഖര. അതവരുടെ നന്മയ്ക്ക് വേണ്ടി കൂടിയാണ്. ഈ ചായ ശേഖരൻ കുടിക്കും. അയ്യോ മാഷെ, എനിക്ക് വേണ്ട. മാഷ് കുടിക്ക്. ഇതിപ്പോ വേണ്ടത് ശേഖരന, എനിക്കല്ല. ഞാൻ സോനയോട് ചായ വേണോന്ന് പറഞ്ഞത് മകളുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ചായ ശേഖരന് കുടിക്കാമല്ലോ എന്ന് കരുതിയ. അതായത് കുടിക്കേ. തരുന്നത് ഞാനാണെങ്കിലും ശേഖരന്റെ മകളുണ്ടാക്കിയ ചായ ഇത്. കുടിക്കേ.
കുടിക്ക് ചേരാ.